എൻ്റെ പേര് ആൻമരിയ. ഞാൻ കൂത്താട്ടോളം ജോസ്ഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ എന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ നിർത്തിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ BSc നഴ്സിംഗ് ആണ് പഠിച്ചത്, മൈസൂരാണ് പഠിച്ചത്. ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയുള്ളൂ. അപ്പം ഞാൻ ഒട്ടും താല്പര്യമില്ലാണ്ടാണ് BSc നഴ്സിംഗ് പഠിക്കാൻ പോയത്. BSc നഴ്സിംഗ് അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും എൻ്റെ റൂംമേറ്റ്സിൻ്റെയും ഹോസ്റ്റലിൽ കുറച്ച് ഇഷ്യൂസ് കാരണം ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ ഒരു മാസം തന്നെ 3-4 തവണ വീട്ടിലേക്ക് വരും. പിന്നെ ഞാൻ വന്നില്ലെങ്കിൽ പപ്പ അവിടെ വന്ന് റൂം എടുത്ത് താമസിക്കുകയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ച് പപ്പ അവിടെ റൂം എടുത്ത് താമസിക്കാൻ നേരത്ത് പിറ്റേന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ കോളേജിൽ പോകാൻ തീരുമാനിച്ച്. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി, എൻ്റെ ആൻറ്റി എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു, നീ ഓൺലൈനിലായിട്ടൊന്ന് ഉടമ്പടി എടുത്ത് നോക്ക് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു കൃപാസനത്തിൽ. അപ്പോൾ ആൻറ്റി എനിക്കിങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അയച്ചല്ലേന്ന് ഓർത്ത് അവിടെ തന്നെ ഇരുന്ന് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്കറിയാം ഞാൻ ലോൺ എടുത്താണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ പപ്പയ്ക്ക് ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എങ്ങനെയും കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. എനിക്കിനിയും പപ്പേനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ വയ്യാന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നേ ഇല്ല. ഞാൻ എപ്പോഴൊക്കെ തിരിച്ചു പോവാം കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഭയമായിരിക്കും വരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് പിറ്റേന്ന് കോളേജിൽ ചെന്ന് ഞാൻ ഫസ്റ്റ് ഇയർ ഫുൾ പാസ്സായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, ഡ്രോപ്പ് ഔട്ട് ചെയ്യണ്ട, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ പപ്പ സമ്മതിക്കില്ല. പപ്പ പറഞ്ഞു ഇവിടെ നിർത്താൻ പേടിയാണ്, ഇവിടെ നിർത്തി എൻ്റെ മോൾ എനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിർത്താൻ താല്പര്യമില്ല പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ എനിക്കൊരു കാശ് രൂപം തന്നായിരുന്നു. കൃപാസന മാതാവിൻ്റെ ഒരു കാശ് രൂപം, അത് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ കയ്യിൽ മുറുകെ പിടിച്ചു. പപ്പ എന്നോട് ചോദിച്ചു, പോകുകയല്ലേ, ഇവിടെ നിൽക്കണ്ടല്ലോ. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച്, എനിക്കറിയാം എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു, ഇല്ല ഞാനിവിടെ കണ്ടിന്യൂ ചെയ്തോളാം, ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ എന്നെ ഹോസ്റ്റലിലാക്കി പോയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നേ ഇല്ലായിരുന്നു. ഫുഡും കഴിക്കില്ല, ഉറങ്ങുമില്ല, എന്നെക്കൊണ്ട് തീരെ പറ്റത്തില്ലായിരുന്നു അവിടെ നിൽക്കാൻ. അങ്ങനെ അവിടെ നിന്നു. അത് എക്സാമിൻ്റെ സമയമായിരുന്നു, സെക്കൻഡ് ഇയർ. പഠിക്കാനും പറ്റുന്നില്ല. ഞാൻ ബുക്ക് തുറക്കുമ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കും, ഡിസ്റ്റൻഷന് വേണ്ടി പഠിക്കുകയാണ്, അവൾ പഠിച്ച് മറിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. 3 മണി വരെ ഇരുന്നാൽ എന്നെ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ ആൻറ്റി എനിക്ക് എന്നും അച്ഛൻ്റെ ടോക്ക് അയച്ചു തരും. അപ്പം ഞാൻ ഹെഡ്സെറ്റിൽ അത് കുത്തിയിട്ട് ഇത് പഠിക്കുമ്പോൾ അത് ഓണാക്കി വെച്ചിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ എക്സാമായി എനിക്ക് ഒരു വർഷം തുടങ്ങുമ്പോഴേ എനിക്ക് പേടിയാണ്. എക്സാമിൻ്റെ ആരോട് എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ എക്സാം ആയി കഴിഞ്ഞപ്പം ഞാൻ എക്സാം ഹാളിലോട്ട് കയറുമ്പോൾ എൻ്റെ പേടി, എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുക, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് ഫെയിലാവും എന്ന് പറയുകയാണ്. എക്സാം ഹാളിൽ കയറിയിരുന്ന് ആകെ 2 മണിക്കൂറാണ് എക്സാം ഉള്ളത്. എന്നെക്കൊണ്ട് ഈ 4 വർഷത്തിൻ്റെ ഇടയ്ക്കും എന്നെക്കൊണ്ട് 2 മണിക്കൂറിൽ ആ ആൻസേഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇന്നേ വരെ പറ്റിയിട്ടില്ല. ഞാൻ അതെൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയില്ല പറയുമ്പോൾ അവരൊക്കെ പറയും, നീ കള്ളം പറയണമല്ലേ, നീ പാസ്സാവുകയും ചെയ്യും, നീ കള്ളം പറയണമെന്ന്. ഞാൻ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് കൊണ്ടായിരിക്കും എക്സാമിന് കയറുന്നത്. മമ്മി എന്ന് രാവിലെ വിളിച്ച് പറയും, പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി, പാസ്സാവും, കൊച്ചു പാസ്സാവുമെന്ന്. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നുണ്ട്, നീ ഫെയിലാവും, നീ ജയിക്കത്തില്ല. കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് കൊണ്ടാണ് ഞാൻ എക്സാമിന് കയറിയത്. ഈ 4 വർഷവും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഞാൻ ആകെ പ്രാർത്ഥിച്ച് എനിക്ക് പാസ്സായാൽ മാത്രം മതി. ഇനി എൻ്റെ പപ്പക്കാരെയാണ് എനിക്ക് കാണാൻ വയ്യ, എനിക്ക് എങ്ങനെയും ഇത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ ഇത് പഠിച്ചിറങ്ങണം, ഇനി എനിക്ക് പപ്പേനെ വിഷമിപ്പിക്കാൻ വയ്യ എന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഈ 4 വർഷവും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ പാസ്സായി. അതുപോലെ ഉടമ്പടി എടുത്ത് 5:30 എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും, അവൾ കൂടോത്രം ചെയ്യാൻ എണീക്കുകയാണ്, ഇവൾ 5:30 ഇരുന്നിരുന്ന് പ്രാർത്ഥിക്കണേ എന്തിനാ, ആരല്ല 5:30 എന്ന്. അപ്പം എൻ്റെ അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും, നീ അവരോട് ദേഷ്യമൊന്നും കാണിക്കണ്ട, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഞാൻ അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ ഇട്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അവർ 6 പേരും ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു, ഇവിടെ വരികയും ചെയ്തു. 2ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, എനിക്ക് 10 വർഷമായിട്ട് മൈഗ്രെയിൻ ഉള്ളതാണ്. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വെയിൽ കൊള്ളാനും പാടില്ല, എനിക്ക് ട്രാവൽ ചെയ്യാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല, ഒത്തിരി സൗണ്ട് കേൾക്കാൻ പാടില്ല, ഭയങ്കര പ്രശ്നമാണ്. തല ഇറങ്ങും, വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തലവേദനയാണ്. എന്തെങ്കിലും ഒന്ന് രാവിലെ കോളേജിൽ പോയി കുറച്ചൊന്ന്
കോളേജ് ചെല്ലുമ്പോൾ തന്നെ എനിക്ക് തലവേദനയായിരിക്കും. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും കളിയാക്കും, ഇവൾക്ക് എപ്പോഴും അസുഖമാണ്, ഇവൾ ഉടായിപ്പ് കാണിക്കണതാണ്, ഇവൾക്ക് തലകർക്കൊന്നുമില്ല എന്നൊക്കെ പറയായിരുന്നു. അപ്പം എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, നീ തൈലം പുരട്ടിയിട്ട് വിശ്വാസ പ്രമാണം ചെയ്യില്ല. പക്ഷെ ഞാൻ ഇന്നേ വരെ ഞാൻ അത് ചെയ്തിട്ടേ ഇല്ല. ഞാൻ തൈലം പുരട്ടുകയോ എനിക്ക് തലവേദന മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ 4th ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്ത് എന്നെ കൊണ്ട് പഠിക്കാനേ പറ്റുന്നില്ല. ബുക്ക് തുറക്കുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരിക. എന്നെക്കൊണ്ട് വായിക്കാനും പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നില്ല. അപ്പം ഞാൻ തൈലിരിക്കണം. ഞാൻ ഒരു ദിവസമൊക്കെ 2 പെയിൻ കില്ലർ കഴിക്കാണ്ട് എന്നെ കൊണ്ട് ഉറങ്ങാൻ പറ്റത്തേ ഇല്ല. ഞാൻ 2 പെയിൻ കില്ലർ കഴിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നത്. എന്നിട്ട് ഞാൻ തൈലം എടുത്ത് പരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ 4 മാസമായി, ഇന്നേ വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടുമില്ല. ഞാൻ പഴയ പോലെ വെയിലത്ത് ഇറങ്ങുന്നുണ്ട്. എനിക്ക് അതുപോലെ ഹെഡ്സെറ്റ് ഒന്നും 2 മിനിറ്റ്, ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോണിൽ നോക്കിയാൽ തന്നെ പിന്നെ തലവേദനയായിരിക്കും. ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പം 4 മാസമായി. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ഇവിടെ BCA പഠിച്ചതാണ്. അവൻ ഇവിടെ BCA പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് UK പഠിക്കാൻ പോയി. അവൻ പഠിക്കാൻ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാർട്ട് ടൈം വർക്ക് ഇല്ലാണ്ട് നമുക്ക് അവിടെ പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ അവിടെ ചെന്ന് മാസങ്ങളായിട്ട് അവനൊരു ജോബ് ശരിയാവുന്നില്ല. അപ്പോൾ അവൻ എന്നും എനിക്ക് വോയിസ് അയക്കും, എടി എനിക്ക് കഷ്ടപ്പാടാണ്, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ വോയിസ് അയക്കും. ഇപ്പം ഇങ്ങോട്ട് 1 വർഷമായിട്ട് അവന് വരാനും പറ്റുന്നില്ലായിരുന്നു, പൈസയില്ല. അപ്പോൾ ഇവിടുന്ന് ആൻറ്റി കടം മേടിച്ച് അവന് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആൻറ്റി എന്നോട് ഒരു ദിവസം ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എന്നോട് ആൻറ്റി പറഞ്ഞു, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ അവൻ്റെ ഒരു നിയോഗം വെച്ചായിരുന്നു, അവനൊരു ജോലി കിട്ടണേന്ന്. ഞാനത് ഉടമ്പടി ഇവിടെ നിന്ന് പുതുക്കി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു, എനിക്ക് അവിടെ പാർട്ട് ടൈം വർക്ക് ജോലി സെറ്റായി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ കഴിഞ്ഞ മാസം അവനിപ്പോൾ 1.5 വർഷമായി നാട്ടിൽ വന്നിട്ട് കഴിഞ്ഞ മാസം അവനിക്ക് മെസ്സേജ് അയച്ചു, അവൻ പഠിച്ച് തന്നെ നല്ലൊരു കമ്പനിയിൽ നല്ല സാലറിയോട് കൂടി അവന് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട് പ്രളയത്തിൻ്റെ മഴയുടെ സമയത്ത് ഒരു മരം വീണിട്ട് വീടിൻ്റെ പകുതി പോയായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടാണ് താമസിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു വീടില്ലല്ലോ. മഴയുടെ സമയത്താണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചോർച്ചയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ അമ്മയോടേക്കും അമ്മ പറയും, അവർക്ക് വരുമാനം ഇല്ലല്ലോ, അവരെങ്ങനെ വീട് പണിയാൻ, അവർക്ക് വരുമാനം ഇല്ലല്ലോ എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ഉടമ്പടി എടുത്ത് 5 മാസത്തിനുള്ളിൽ ആ വീട് പണി ശരിയായി. ഇപ്പോൾ ആ വീട്ടിലാണ് അവർ 5 മാസം കൊണ്ട് അവരുടെ വീട് പണി ശരിയായി. അവരിപ്പോൾ വീട് വെച്ച് താമസിക്കുന്നു. അവർക്ക് വരുമാനമൊന്നുമില്ലായിരുന്നു വീട് പണിയാൻ. അപ്പോൾ സഹോദരങ്ങളെല്ലാവരും കൂടി പണിത് ലോൺ എടുക്കാണ്ട് തന്നെ എല്ലാ സഹോദരങ്ങളോട് കുറച്ച് പൈസ ഇട്ടാണ് അവരുടെ വീട് പണി ശരിയായത്. അതുപോലെ തന്നെ ചേട്ടായിക്ക് ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ചേട്ടായിയുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പം നന്നായിട്ട് ജീവിക്കുന്നു. കാരുണ്യപ്രവർത്തിയിൽ ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ, ഞങ്ങളുടെയൊക്കെ ഗൂഗിൾ പേയിലായിരിക്കും പൈസ. അപ്പോൾ കയ്യിലുള്ളപ്പോൾ ആര് വന്ന് ചോദിച്ചാലും ആരെൻ്റെ മുമ്പിൽ കൈ നീട്ടിയാലും ഞാൻ പൈസ കൊടുക്കും. പിന്നെ അവിടെ സ്റ്റാൻഡിൽ കൂടെയൊക്കെ പിള്ളേരുണ്ടാവും, പിള്ളേർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഇവരെന്ത് വിചാരിക്കും, ഇവർ കളിയാക്കില്ലേന്ന്. പക്ഷേ ഞാൻ ഹോസ്റ്റലിലും റോഡിലും പിന്നെ ബസ് സ്റ്റാൻഡിൽ കൂടെയൊക്കെ ഞാനിപ്പോൾ പത്രം കൊടുക്കും. അതുപോലെ അച്ഛൻ്റെ ടോക്ക് സാക്ഷ്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. എൻ്റെ പേര് ബിനു. ഞാൻ കോട്ടയം കളത്തൂരിൽ നിന്ന് വരുന്നു. ആൻമരിയുടെ ആൻറ്റിയാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. 2019 ഉടമ്പടി എടുത്തെങ്കിലും 2022 മുതലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പുതുക്കി പോരുന്നത്. ഞാൻ ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ്. അത് സാക്ഷ്യം പറഞ്ഞത് തന്നെ ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ എഴുതി കൊടുത്തു. അപ്പോൾ സിസ്റ്റർ സൈനിട്ട് തന്നു. ശരിക്കും പറഞ്ഞാൽ അന്നേരം പറയാനൊക്കെ ഒരു പേടിയായതുകൊണ്ട് മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു, സിസ്റ്റർ സൈനിട്ട് തന്നാൽ മതി എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് മോള് IELTS കഴിഞ്ഞിട്ട് UK പോയി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് അവൾ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ പോയത്. ഒരു 3 മാസമൊക്കെ ആയപ്പം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല മമ്മി, ഇംഗ്ലീഷുകാരാ, പക്ഷേ ഹെൽപ്പിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ലെന്ന്. ഒരു 6 മാസമൊക്കെ ആയപ്പം അവൾ പറഞ്ഞു, ഒരു സ്റ്റാഫ് ഇംഗ്ലീഷുകാരിയാണ്, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ആ പുള്ളിക്കാരത്തേക്ക് ഇവളോട് ദേഷ്യമായി. ആ സ്റ്റാഫാണെങ്കിൽ ഇൻചാർജ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ പേടിയായി തുടങ്ങി. അങ്ങനെ 1 മാസം ഈ കൊച്ച് എപ്പോഴും എന്നോട് പറയും, എനിക്ക് പേടിയാണ്, ഡ്യൂട്ടിക്ക് പോകാൻ പേടിയാണ്, ബ്രേക്കിനൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യും, എനിക്ക് പറ്റുന്നില്ലെന്ന്. ഞാനിപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയായിരുന്നു, എന്ത് ചെയ്യും ഇങ്ങനെ എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ചേട്ടത്തി ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം പുള്ളിക്കാരത്തി ഒറ്റയ്ക്ക് വരത്തില്ല, ഞാനങ്ങനെ മിക്കവാറും മാസത്തിൽ വരാറുണ്ട്. അപ്പം ആ ചേച്ചിയുടെ കൂട്ടത്തിൽ ഞാനിങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും അവൾക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഞാൻ പോയി സാക്ഷ്യം പറഞ്ഞാലോന്ന്. അപ്പോൾ ഞാൻ സിസ്റ്ററോട് വന്ന് ചോദിച്ചു, ഇങ്ങനെ 2 പ്രാവശ്യം എഴുതി തന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞോളാരും പറഞ്ഞു. ഞാനപ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യം മാതാവ് വഴിയാണ് അവൾക്ക് അവിടെ പോകാനൊക്കെ സാധിച്ചത്, UK പോയി വർക്ക് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ മാതാവ് തന്നെ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തൂലോ എന്ന് എഴുതിയാണ് ഞാൻ ഒന്ന് സാക്ഷ്യം പറഞ്ഞു. ശരിക്കും പറയട്ടെ, അന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ബസ്സേ കയറി ഇരുന്നപ്പോൾ അവളുടെ മെസ്സേജ് വന്നു. അന്ന് അവൾ ഡ്യൂട്ടിയിലാണ്. അവൾ പറഞ്ഞു, എന്താണെന്നറിയത്തില്ല മമ്മി, ഇന്ന് ആ സ്റ്റാഫ് എന്നോട് നന്നായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കൊച്ച് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞോണ്ടാണ് പറഞ്ഞത്. എന്താണെന്നറിയത്തില്ല, അവൾ എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഒരു പുതിയ മനുഷ്യനായിട്ട് മാറിയ പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തത്, നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ സാമുവേലിൻ്റെ പുസ്തകത്തിലുണ്ട്, ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യനായി മാറുമല്ലോ. അപ്പോൾ നീ മമ്മി ഇന്നലെ പോയി ഉടമ്പടി പ്രാർത്ഥിച്ചു, അപ്പോൾ അതുകൊണ്ട് തന്നെ സാക്ഷ്യം പറഞ്ഞു. അപ്പം മാതാവ് അവിടെ ഇടപെട്ടതാണ്, അതുകൊണ്ട് കൊച്ചു നന്ദി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം 1-2 വർഷമാകാറായി, ഒരു കുഴപ്പമില്ല. ആ വ്യക്തിയായിട്ട് നല്ല രീതിയിൽ, ആരുമായിട്ട് പ്രശ്നമൊന്നുമില്ല, അതേ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ അവൾക്കൂടെ സാധിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, ഞാൻ 11 പ്രാവശ്യം ഇപ്പോൾ ഉടമ്പടി പുതുക്കിയതാണ്. എല്ലാ പ്രാവശ്യവും വേറെ വേറെ നിയമങ്ങൾ കസിൻസിന്, ഫ്രണ്ട്സിന് ഒത്തിരി അനുഗ്രഹം മാതാവ് മധ്യസ്ഥം വഹിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൺപോളയുടെ അവിടെ ഒരു സിസ്റ്റ് പോലെ വന്നു. ഞാനത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ സിസ്റ്റെന്ന് തന്നെ എഴുതിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നത്. അപ്പോൾ ഒരു 3-4 ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് ട്യൂമറാണ്, ബയോപ്സി അയക്കണം, പിന്നെ അവർ പറയും നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോകും. അങ്ങനെ പറഞ്ഞു വിട്ട് ഞങ്ങളെന്നും എങ്ങും അഡ്മിറ്റൊന്നും ആയില്ല. അപ്പോൾ ഞാൻ തൈലം കൊണ്ട് അത് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് അവിടെ ഞങ്ങൾ ചെയ്യുന്നു. ആ ഡോക്ടർ പറഞ്ഞു, ഇതൊന്നുമില്ല, സിസ്റ്ററാണ്. അപ്പം തന്നെ OPD തന്നെ ഇത് എടുത്തു കളഞ്ഞു. ഇപ്പോൾ ഒരു 3-4 മാസമായി, ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ ഷോൾഡർ പെയിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു, അതൊക്കെ തൈലം പുരട്ടി, അങ്ങനെ ഒത്തിരി അസുഖങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ തൈലം പുരട്ടിയൊക്കെ ചെയ്യാറുണ്ട്, അതെല്ലാം മാറി കിട്ടുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പ്രാവശ്യം ഉടമ്പടിയിൽ വെച്ചായിരുന്നു ഉടമ്പടി പാലിക്കാൻ എനിക്ക് പറ്റണേന്ന്. കാരണം ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ പത്രം കൊണ്ട് പോകുമ്പം പൊതിക്കെട്ടൊക്കെ ആയിട്ട് ചോറ് പൊതിയൊക്കെ ആയിട്ട് പോകും. പക്ഷെ അവിടെയൊക്കെ ഇഷ്ടമാതിരി പേര് കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഒന്നൊരു എന്താ പറയുക, കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ നിയോഗം വഹിച്ചു കഴിഞ്ഞപ്പോഴാണോ, സത്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്, എനിക്കതറിയത്തില്ലായിരുന്നു, സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു 16 ചിലപ്പോൾ 20 അമ്മച്ചിമാരുള്ളൊരു കോൺവെൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ അതിൽ അവിടെ പോയി പറ്റുമ്പോഴൊക്കെ അവിടെ പോയി അവരെ കുളിപ്പിക്കാനും അവരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കാനും, പിന്നെ 2 പ്രാവശ്യം അവർക്ക് ഫുഡ് വീട്ടിൽ തന്നെ വെച്ച് കൊടുത്തു. അതൊക്കെ ഭയങ്കര അവർക്ക് ഇഷ്ടമാണ്. കാരണം കാറ്ററിംഗുകാരുടെ ഫുഡൊക്കെ അവർ മിക്കവാറും ആൾക്കാർ കൊടുക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ വെച്ച ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരിപ്പോൾ ഞങ്ങൾ ചെല്ലാനായിട്ട് മിക്കവാറും സമയം കിട്ടുന്ന പോലെയൊക്കെ അവിടെ പോയി അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അവർ നോക്കാറുണ്ട്. പിന്നെ അല്ലാതെ തന്നെ വീടിൻ്റെ അടുത്തുള്ള രോഗികളും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഉടമ്പടി പത്രം മേടിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ഒന്നിൽ ഞാൻ വരും, അല്ലെങ്കിൽ അടുത്തുള്ള ചേട്ടന്മാരാരെങ്കിലും വരുമ്പോൾ എനിക്ക് എല്ലാ മാസത്തെയും കിട്ടാറുണ്ട്. ആദ്യമേയൊക്കെ മടിയായിരുന്നു, ഇപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അവരോട് പറയും, ഞാനിത് പ്രാർത്ഥിച്ചിട്ടാണ് തരുന്നത്, നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച് വായിച്ച് നോക്കുക, എന്നിട്ട് കീറണ്ട, അടുത്ത ആർക്കെങ്കിലും കൊടുത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അതുപോലെ ബസ്സിലൊക്കെ കയറുമ്പം ഒരാൾ തന്നെയുള്ളിടത്ത് ഞാൻ പോയിരിക്കും, എൻ്റെ എപ്പോഴും എന്തെങ്കിലും ഒരു പത്രം കാണും, അവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കും, എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ ദൈവം തന്നതിന് എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും പ്രത്യേകമായിട്ട് ഒത്തിരി നന്ദി പറയുന്നു.